രണ്ടായി മാറ്റിവെക്കുമെന്ന ഖുർആൻ. മാത്രമല്ല അവരുടെ ഒരു പ്രവർത്തനം കൂടി പറയുകയാണ്. കാറ്റടിച്ചിട്ട് അവർ കൈവിളച്ച ധാന്യമണികളിൽ നിന്നെന്തെങ്കിലുമെന്ന് അല്ലാഹുവിന്റെ ഭാഗത്തേക്ക് അവരുടെ സുറക്കായിന് വേണ്ടി ഉണ്ടാക്കി വെച്ച മാറ്റിവെച്ച ആ ഭാഗത്തിൽ നിന്നും അല്പം ഇങ്ങോട്ട് മാറിയാൽ ഉടനെ അവരിങ്ങോട്ട് തിരിച്ചു മാറ്റി വെക്കുന്നവർ പറയും അല്ലാഹുവാണ് നമ്മുടെ സുറക്കായികൾ നമ്മുടെ പങ്കുകാർക്കാണ് ഇത് ആവശ്യം വരിക. അതേസമയത്ത് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് ആ ധാന്യത്തിൽ നിന്ന് എന്തെങ്കിലും ഈ ശരീക്കുമാരുടെ ധാന്യത്തിലേക്ക് കടന്നുപോയാലോ അവരങ്ങോട്ട് നീക്കിവെക്കുകയില്ല. കാരണം അവർക്കറിയാം, അവർ പറഞ്ഞു അല്ലാഹു വലിയാണ്, അല്ലാഹു എല്ലാ ആവശ്യങ്ങളും തീർന്നവനാണ്, നമ്മുടെ ശരീക്കുമാർക്ക് ആവശ്യമുള്ളവരാണ്. സുബ്ഹാനല്ലാഹ്, ഇത്തരമൊരു വിശ്വാസം മക്കയിലെ മുസ്ലിംകൾക്ക് കഴിഞ്ഞില്ല. അവർ കഅബാലയത്തിൽ വന്നിട്ട് കഅബാലയത്തിന്റെ ചുറ്റുഭാഗത്ത് തവാഫ് ചെയ്യുമ്പോൾ നാമൊക്കെ തവാഫ് ചെയ്യുന്നത് പോലെ മക്കയിലെ മുസ്ലിംകളും തവാഫ് ചെയ്യുകയാണ്. അവരുടെ തൽബിയത്ത് പോലും അവരുടെ വിശ്വാസത്തിന്റെ ഉദാഹരണമാണെന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റഈസുൽ മുഫസ്സിർ രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹം പറയുകയാണ്, അതിന്മാരിയും അവരുടെ വിശ്വാസത്തിൽ പെട്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അവർ കഅബാലയത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് വന്ന തൽബിയത്തുണ്ടല്ലോ, ആ തൽബിയത്തിന്റെ വർത്തമാനം പോലും ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. ശുദ്ധമായ ഏകയുടെ വിശ്വാസത്തെ ആദ്യമായി ഊട്ടിയുറപ്പിക്കുകയാണ് അവർ. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം നൽകി ഞാൻ എത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട മുസ്ലിമീങ്ങൾ ആലോചിക്കണം, കഅബാലയത്തിന്റെ ഉള്ളിൽ 300 ചിഹ്നമാണ് വിഗ്രഹങ്ങളുണ്ട്. അതിലൊരു വിഗ്രഹത്തിനും അല്ലാഹ് എന്നവർ പേര് വെച്ചിട്ടില്ല. അല്ലാഹ് എന്ന പേരൊരു വിഗ്രഹത്തിനുമില്ല, റബ്ബെന്ന പേരൊരു വിഗ്രഹത്തിനുമില്ല. അവരുടെ തൽബിയത്തിൽ മേളിച്ചുകൊണ്ടത് പ്രപഞ്ചത്തിന്റെ നാഥനാരോ ആ അല്ലാഹുവിനെ ചൂണ്ടിയിട്ടാണ് അവർ പറയുന്നത് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക. അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം നൽകി ഞാൻ വന്നിരിക്കുകയാണ്, നിനക്ക് യാതൊരു പങ്കുകാരുമില്ല അല്ലാഹ്. ഇല്ലാ ശരീകൻ, ഒരു പങ്കുകാരനൊഴിച്ച് അവൻ സ്വതന്ത്രനാണോ? നിന്നെപ്പോലെ കഴിവുള്ളവനാണോ? നിന്നെപ്പോലെ അധികാരമുള്ളവനാണോ? നിന്നെപ്പോലെ പ്രപഞ്ചത്തിന്റെ നാഥനാണോ? അല്ലേ അല്ല. ഹുവലക, ആ പങ്കുകാരൻ നിനക്കുള്ളതാണ്. തമ്മിക്കുമലക, ആ പങ്കുകാരൻ എന്തൊക്കെ ഉടനാക്കിയിട്ടുണ്ടോ അതെല്ലാം നീ കൊടുത്തതാണ് അല്ലാഹ്. അപ്പൊ നീ കൊടുത്ത കഴിവുള്ള സമ്പൂർണമായും നിന്റെ അധീനതയിലുള്ള ഒരു പങ്കുകാരനെ നിന്നോടൊപ്പം ഞങ്ങൾ വിളിക്കുന്നുണ്ടെന്ന് മക്കയിലെ മുസ്ലിക്കുകളുടെ ഈമാനാണെന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് രേഖപ്പെടുത്തുകയാണ്. തഫ്സീർ ഗ്രന്ഥങ്ങളിലെല്ലാം നമുക്കത് കാണാൻ കഴിയുകയാണ്. ഈ ആളുകളോടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, മക്കളെ അവിടെ നിൽക്കണേ, ഇല്ലാ ശരീകനെന്ന പ്രയോഗം വേണ്ട. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽമുൽക് ലാ ശരീക ലക. ഇത് പറയാൻ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്. ആദ്യ ഭാഗത്തോട് നമുക്ക് എതിർപ്പില്ല, പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ട ശരീക്കിന്റെ വർത്തമാനത്തോട് നമുക്കെതിരുണ്ടെന്ന് ലോകത്തിന്റെ ഗുരുവരായ മുഹമ്മദ് റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, മക്കയിലെ മുശ്രിക്കുകൾക്ക് അല്ലാഹുവിൽ വിശ്വാസമുണ്ട് എന്നതിന്റെ തെളിവുകളാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇത് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചതാണ്, അല്ലാഹു പഠിപ്പിച്ചതാണ്. ഇനി ഞാനൊരൊറ്റ ഉദാഹരണം കൂടി പറഞ്ഞുകൊണ്ട് മറ്റൊരു വിഷയത്തിലേക്ക് കടക്കുകയാണ്. നിങ്ങൾക്കറിയുമല്ലോ, മക്കയിലെ ഖുറൈശികളുടെ കൂട്ടത്തിലെ ഖുറൈശികളുടെ നേതാവാണ് അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം, റസൂലുള്ളാഹിയുടെ ഉപ്പാപ്പനാണ്. അതേ അബ്ദുൽ മുത്തലിബിന്റെ കാലത്ത് ഒരു അത്ഭുതം നടന്നു. എന്താണ് ആ അത്ഭുതമെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതല്ലോ. അത് അബറഹത്ത് എന്ന് പറയപ്പെടുന്ന ഒരു രാജാവ് ആണപ്പടങ്ങമായ കഅബാലയം തകർക്കാൻ വേണ്ടി വരികയാണ്. തൗഹീദിന്റെ അനശ്വരമായ പ്രഭാപൂരം കൊണ്ട് അന്തരീക്ഷം നിഗരിതമായിരുന്ന والذي بمكة مباركا وهدى للعالمين فيه آيات بينات مقام إبراهيم. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്, മനുഷ്യൻ അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ഭൂമിയിൽ അല്ലാഹു നിർമ്മിച്ച ഒന്നാമത്തെ ഗ്രഹമാണ് പുരാതന മക്കയിലുള്ള കഅബാലയം. ആ കഅബാലയത്തെ ആക്രമിക്കാൻ വേണ്ടി അബറഹത്തും കൂട്ടരും നടന്നെടുക്കുമ്പോൾ ഇന്നലകളിലുണ്ടായ അത്ഭുതം സംഭവിക്കുകയാണ്. അതേ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രിയപ്പെട്ട മകൻ ഇസ്മാഈലിനെയും തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഹാജറിനെയും ആ കഅബാലയത്തിന്റെ ഓരത്ത് നിർത്തിയിട്ട് പോകുമ്പോൾ അതാ കരഞ്ഞു വലഞ്ഞ കണ്ണുകളുമായി പഠിക്കുന്ന ഹൃദയത്തോടെ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുണ്ട്, നാദാ ജലമില്ലാത്ത ജന്തുക്കളില്ലാത്ത ജീവനില്ലാത്ത കരിമ്പാറകളാലാവൃതമായ നിന്റെ ദേഹത്തിന്റെ തൊട്ടകത്ത് ഞാനിതാ എന്റെ സന്താനങ്ങളിൽ ചിലരെ താമസിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നാദാ ആളുകളുടെ മുഖങ്ങൾ, ആളുകളുടെ ഹൃദയങ്ങൾ നിങ്ങളിലേക്ക് തിരിക്കണേ. കഴിഞ്ഞില്ല അവർക്ക് ആവശ്യമായ വിവരങ്ങൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്യണമേ എന്ന പ്രാർത്ഥനയുടെ ഫലമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമത് അവിടെ സൃഷ്ടിക്കുകയാണ്. കുഞ്ഞി ഇസ്മാഈൽ അലൈഹിസ്സലാമിന്റെ പാദസ്പർശനം, ആ പാദത്തിന്റെ ചുവട്ടിൽ നിന്ന് സംസം പൊട്ടിയെഴുതുകയാണ്. അതാ സംസം എന്ന വെള്ളം ഇന്നും നിലക്കാത്തയായി നിൽക്കുകയാണ്. അതിനുശേഷം ലോകത്തിൽ എതിരുണ്ടാകുന്ന പലവർഗങ്ങളും മക്കയിൽ ലഭിക്കുന്നു എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ മഹത്തായ അത്ഭുതങ്ങളിലൊന്ന്. പിന്നീട് അബ്ദുൽ മുത്തലിബിന്റെ കാലത്ത് രണ്ടാമത്തെ അത്ഭുതം വരികയാണ്. അബറഹത്തിന്റെ ആനപ്പടയുമായി അബറഹത്ത് കടന്നു വന്നുകൊണ്ട് കഅബാലയം പൊളിക്കാൻ വേണ്ടി തീരുമാനിച്ചു വരുമ്പോൾ അബ്ദുൽ മുത്തലിബ് അവിടുന്ന് ഓടിപ്പോവുകയാണ്. ഉടൻ തന്നെ അബറഹത്ത് അബ്ദുൽ മുത്തലിബിന്റെ ആട്ടിന്റെ പെട്ട പിടിച്ചു വെക്കുകയാണ്. അത് പിടിച്ചു ഓടിക്കാൻ വേണ്ടി കഅബാലയത്തിന്റെ സംരക്ഷകനായ അതേ അന്നത്തെ നടത്തിപ്പുകാരനായ അബ്ദുൽ മുത്തലിബ് അബറഹത്തിന്റെ അടുത്ത് വരികയാണ്. അബറഹത്തിനോട് പറഞ്ഞു, എന്റെ ആട്ടിന്റെ പെട്ട തിരിച്ചു തരണം, കാരണം അത് എന്റെ സാധനമാണ്. അബറഹത്ത് അത്ഭുതപ്പെടുകയാണ്, ഞാൻ ഈ കഅബാലയം തന്നെ പൊളിക്കാൻ വേണ്ടി വന്നതാണ്, അതിനേക്കാൾ വലുതാണോ നിങ്ങൾക്ക് നിങ്ങളുടെ ആടെന്ന് ചോദിക്കുമ്പോൾ അബറഹത്തിനോട് അതാ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു കൊടുക്കുകയാണ്, ആടിന്റെ ഉടമസ്ഥൻ ഞാനാണ്, ഈ വീടിന്റെ ഉടമസ്ഥൻ പ്രപഞ്ചത്തിന്റെ നാഥനാണ്. അതുകൊണ്ട് അവനറിയാം എന്ത് ചെയ്യണമെന്ന്. അതാ അബറഹത്തിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് അബ്ദുൽ മുത്തലിബ് പറഞ്ഞ വാചകം മഹാനായ ഇബ്നു ജരീർ ത്വബരി തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുകയാണ്, യാ റബ്ബി ലാ മർജൂന സിവാക, അല്ലയോ അല്ലാഹുവേ ഞങ്ങളുടെ രക്ഷിതാവേ,
നിന്നെയല്ലാതെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അല്ലാഹുവേ, നിന്റെ ദേഹത്തെ നീ സംരക്ഷിക്കണേ. നാഥാന്റെ വീടിന്റെ ശത്രു അത് നിന്റെയും ശത്രുവാണല്ലോ അല്ല. അതുകൊണ്ട് ഈ പുണ്യഗ്രാമം തകർക്കുന്നതിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണേ. അബ്ദുൽ മുത്തലിബിന്റെ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം നൽകുകയാണ്. അബറഹത്തിന്റെ ആനപ്പടയെ കൊന്ന് ചതച്ചു സുത്തിയ ചണ്ടി പോലെ ഖുർആന്റെ പ്രയോഗം അതാണ്. ചതച്ചരക്കപ്പെട്ട ചണ്ടി പോലെ അവരെ ആക്കിക്കളഞ്ഞെന്ന് പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, മക്കയിലെ മുസ്ലിംകൾ അവരിലെ ഉന്നതന്മാരായ ആളുകളടക്കം അല്ലാഹുവിനെ കുറിച്ച് കൃത്യമായ വിവരമുള്ള ആളുകൾ, അതോടൊപ്പം തന്നെ ആരാധനയിൽ അവർക്ക് മാർഗഭ്രംശം സംഭവിച്ചു. തിരിച്ചു കൊണ്ടുവരാൻ അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പ്രഖ്യാപിച്ചു. നിങ്ങൾക്കറിയുമോ റസൂലുള്ളാഹിന്റെ സൂക്ഷ്മത എത്രത്തോളം? പിൽക്കാലത്ത് ഖബർ സിയാറത്തിൽ അനുവദിച്ചുകൊണ്ട് റസൂലുള്ള പറഞ്ഞ വാചകം പോലും ഞാൻ നിങ്ങൾക്ക് മുമ്പ് ഖബർ സിയാറത്ത് നിരോധിച്ചിരുന്നു, എന്നാൽ ഇപ്പോൾ നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്തോളൂ. കാരണം അതിൽ പരലോകത്തെക്കുറിച്ചുള്ള ഓർമ്മയുണ്ട്, അതിൽ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ കാരണം സമുദായം ശരിക്കും അകപ്പെട്ടു പോകുമോ എന്ന ഭയം എത്രത്തോളം ഹുനൈൻ യുദ്ധത്തിലേക്ക് നടന്നു പോകുന്ന അല്ലാഹുവിന്റെ റസൂലും സഹാബത്തും പോകുന്ന വഴിയിൽ മുസ്ലിങ്ങളായ ആളുകൾ അവരുടെ പടയായുധം തൂക്കിയിട്ടുകൊണ്ട് വറക്കത്തെടുക്കുന്നത് മരം. ആ മരത്തിന്റെ അടുത്ത് കൂടി റസൂലുള്ളയും സഹാബത്തും നടന്നുപോയപ്പോൾ സഹാബികൾ റസൂലുള്ളാഹിനോട് പറയുകയാണ്, ഓ നബിയേ, അവർക്ക് നാട്ടു അമ്മാത്ത് ഉള്ളതുപോലെ ഞങ്ങൾക്കും ഒരു നാട്ടു അമ്മാത്ത് ഉണ്ടാക്കി തരണേ നബിയേ. ഉടനെ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രഖ്യാപനം, സുബ്ഹാനല്ലാഹ്. ആശ്ചര്യമുണ്ടാകുമ്പോൾ അവരുകൾ പറയുന്ന വാചകമാണ്, സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ പരിശുദ്ധിയെ വായിക്കുന്ന എന്തൊരു അത്ഭുതമാണ്. കമാ ഖാലത്ത് ബനീ ഇസ്രായീൽ, നിങ്ങൾ ഈ പറഞ്ഞ വാക്ക് ബനീ ഇസ്രായേലുകൾ പറഞ്ഞ വാക്ക് പോലെയാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ബനീ ഇസ്രായേലുകൾ പറഞ്ഞതുപോലെയാണ്, ഇലാഹൻ കമാ ലഹും ആലിഹാ. ഓ മൂസ, അവർക്ക് കുറെ ദൈവങ്ങൾ ഉള്ളതുപോലെ ഞങ്ങൾക്കും ഒരു ദൈവത്തെ ഉണ്ടാക്കിത്തരൂ. അപ്പൊ ഇലാഹ് ആ വൃക്ഷത്തിന്റെ അടുത്ത് പോയി അതിനോട് ബർക്കത്തെടുക്കൽ ഇലാഹാക്കുന്നതിന് തുല്യമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആളുകളൊക്കെ പറയും, മഹാന്മാരോട് നമ്മൾ ദുആ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മഹാന്മാരെ നമ്മൾ വിളിക്കുമ്പോൾ ആ മഹാനുഭാവനെ കുറിച്ച് നമ്മുടെ ഹൃദയത്തിൽ ഇലാഹാണെന്നോ ദൈവമാണെന്നോ ദൈവാവതാരമാണെന്നോ റബ്ബാണെന്നോ കരുതിയാൽ അപ്പോഴാണ് ശിർക്കാവുക, ഇല്ലെങ്കിൽ ശിർക്കല്ല എന്ന് നമ്മുടെ നാട്ടിലെ ആളുകൾ ഇപ്പോൾ വ്യാഖ്യാനിക്കുകയാണ്. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അല്ലാഹുവിന്റെ റസൂൽ അവരോട് എന്താ പറഞ്ഞത്? ഞങ്ങൾക്കൊരു വൃക്ഷം ബറക്കത്തെടുക്കാൻ, ഞങ്ങളുടെ വാളുകൾ തൂക്കിയിടാൻ അപ്പുറത്തവർ ചെയ്യുന്നത് പോലെ ഞങ്ങൾക്ക് വാള തൂക്കിയിടാനൊരു വൃക്ഷം ഞങ്ങൾക്ക് നിശ്ചയിച്ചു തരൂ നബിയെ എന്ന് പറയുന്ന റസൂലുള്ളാഹിന്റെ മറുപടി എന്താ? ഇന്ന് മൂസാ നബിയുടെ കൗൽ പറഞ്ഞതുപോലെ ഞങ്ങൾക്കൊരു ഇലാഹിനെ ഉണ്ടാക്കി എന്ന് മൂസാ നബിയോട് പറഞ്ഞതിന് തുല്യമാണ് ഈ വാക്ക്. മരത്തെ ഇലാഹാക്കിയിട്ടില്ല, മറിച്ച്
ഇലാഹിനോട് ചെയ്യേണ്ടുന്ന പ്രവർത്തനം അതേത് വസ്തുവിനോട് ചെയ്താലും ഇലാഹാക്കലായി എന്നാണ്. ആലോചിച്ച് നോക്കാം. ഞാൻ പറഞ്ഞ കുറെ കൂടുതൽ സമയം പോകില്ല.